57-ാമത്തെ പദ്യം. നിരുക്തജാതേരേകത്വാ മദസ്യൈകത്വമാസ്ഥിതം മതേനാനാത്വചിന്താതു കേവലം ഭ്രാന്തിജൃംഭിത. നിരുക്തജാതേഹേ ഏകത്വാത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജാതി ഒന്നാണെന്ന്. ജാതിയെക്കുറിച്ചുള്ള നിരൂപണം നടത്തിയപ്പോൾ ഒരു ജാതിയേ ഉള്ളൂ എന്ന് ഗുരു പറഞ്ഞു. മതസ്യ, മതത്തിന് ഏകത്വമാസ്ഥിതം, ഒന്നെന്നുള്ള അവസ്ഥയും ഇപ്പൊ പ്രതിപാദിച്ചു. അപ്പോൾ ജാതി നിരൂപണം കഴിഞ്ഞു, മതനിരൂപണം കഴിഞ്ഞു. മതവിഷയത്തില് നാനാത്വ ചിന്താതു, അനേകമാണെന്നുള്ള ചിന്തയാകട്ടെ കേവലം ഭ്രാന്തി ജൃംഭിത, ഭ്രാന്തി കൽപ്പന മാത്രമാണ്. ഭ്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നൽ എന്നാണ് അർത്ഥം. മനുഷ്യന്റെ ഭ്രാന്തി കൽപ്പനകളാണ്. നാനാത്വം ഭ്രാന്തി കൽപ്പനയാണ്. മനുഷ്യ മനസ്സ് കൽപ്പിച്ചുണ്ടാക്കുന്നതാണ് നാനാത്വങ്ങളും. അതെല്ലാം മനസ്സിൻ്റെതായിട്ടുള്ള ഭ്രാന്തിയാണ്. വിഭ്രാന്തി എന്ന് പറയും. വിഭ്രാന്തികൾ മാത്രമാണ് എന്നറിയണം. ഭ്രാന്തി ജൃംഭിത. 58-ാമത്തെ ശ്ലോകം. മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ ഇതി ഗീതാവചോപ്യത്ര മതേ പ്രാമാണ്യമർഹതി. ഹേ പാർത്ഥ, അല്ലയോ അർജുന, ഇത് ആരോടാ പറയുന്നതപ്പോ? ഇത് ഗീതയിൽ നിന്നുള്ള ഒരു ശ്ലോകത്തിന്റെ ഉദ്ധരണിയാണ്. അതായത് ഇത് എഴുതിയിട്ടുള്ള ആത്മാനന്ദസ്വാമികള് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഉദ്ധരിച്ചു. അതിൽ പറയുന്നു, സർവശഃ മനുഷ്യാഹ, എല്ലാവിധത്തിലും മനുഷ്യർ, മമവത്മ, എൻ്റെ വഴിയെ അനുവർത്തന്തെ, അനുകരിക്കുന്നു, പിന്തുടരുന്നു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്. ഭഗവാൻ പറയാണ്, ഈശ്വരൻ പറയാണ്, എല്ലാവരും എൻ്റെ മാർഗത്തെ, ഈശ്വരൻ എന്ന ലക്ഷ്യത്തെയാണ് പിന്തുടരുന്നത്. എല്ലാവരും ഈശ്വരൻ എന്ന ലക്ഷ്യത്തെയാണ് പിന്തുടരുന്നത് എന്ന് അർജുനനോട് പറയുന്നു. ആരെന്ത് ചെയ്താലും, ചിലർ കർമ്മത്തിന്റെ മാർഗത്തിലൂടെ പിന്തുടരുന്നു, ചിലർ ഭക്തിയുടെ മാർഗത്തിലൂടെ പിന്തുടരുന്നു, ചിലർ യോഗയുടെ മാർഗത്തിലൂടെ പിന്തുടരുന്നു, ചിലർ ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ പിന്തുടരുന്നു. എന്നിരുന്നാലും ഈശ്വരനാണ് ലക്ഷ്യം. നിങ്ങൾ എത്രയെത്ര മാർഗങ്ങൾ അവലംബിച്ചാലും ലക്ഷ്യം ഈശ്വരനായതുകൊണ്ട് അവിടെ മതം ഒന്നേയുള്ളൂ എന്നാണ് ഈ ഗീതാവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഗീതാവചോപ്യത്ര എന്നുള്ള ഗീതാവാക്യവും അത്ര ഇവിടെ മതകാര്യത്തിലെ പ്രാമാണ്യമർഹതി, പ്രാമാണ്യത്തെ അർഹിക്കുന്നു. അപ്പൊ ഗുരുദേവന്റെ ശിഷ്യനായ ആത്മാനന്ദസ്വാമി ഗുരുവിനെ കുറിച്ച് പറയുന്ന പ്രകരണത്തില് ഭഗവത്ഗീതയിൽ നിന്ന് ഒരു ശ്ലോകത്തിന്റെ പകുതി ഉദ്ധരിച്ചിട്ട് ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ആ ഗുരു ഇത് കേട്ട് ഉറപ്പുവരുത്തി, കുഴപ്പമില്ല, നല്ല ഒരു ശിഷ്യൻ ചെയ്തിട്ടുള്ളത്, പൂർവികരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള വഴിയും ഗുരു പറഞ്ഞിട്ടുള്ള വഴിയും തമ്മിൽ വ്യത്യാസമില്ല. ഭഗവത്ഗീതയിലെ വഴി വ്യത്യാസമില്ല, ഗുരുവിന്റെ ലക്ഷ്യവും വ്യത്യാസമില്ല എന്ന് ശിഷ്യൻ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗുരുദേവന്റെ ഈ ശിഷ്യൻ അവിടെ ഒരു ഉത്തരവാദിത്വം കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും പൂർവികരായിട്ടുള്ള വ്യാസനെ പോലുള്ള ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള അറിവിനെ നമ്മൾ തള്ളിക്കളയരുത്, നിഷേധിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ആളുകൾ പൂർവികരായിട്ടുള്ള ഭാരതത്തിന്റെ ഋഷീശ്വരന്മാരെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നൊരു പ്രവണത കാണുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. കാരണം ഭാരതം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ഒരു സാഗരമാണ്. ആ സാഗരത്തിൽ എത്രയെത്ര മുത്തുകളുണ്ട് എന്ന് അറിവുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അറിവില്ലാത്തവർ അതിനെ നിന്ദിക്കുകയും തുച്ഛബുദ്ധിയോടുകൂടിയിട്ട് കളിയാക്കുകയും ചെയ്യും. അതിന്റെ കാരണം എന്താ? അറിവില്ലായ്മയാണ്. ശ്രീനാരായണ ഗുരുവിന് അറിവുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു ഒരിടത്തും ഭാരതത്തിന്റെ പൂർവ്വഋഷികളെ തള്ളുകയോ നിഷേധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളും ആ പൂർവ്വ ഋഷി പരമ്പരയെ മാനിക്കണം.
ഭാരതത്തിൻ്റെ പൂർവഋഷി പരമ്പരയെ മാനിക്കുക തന്നെ വേണം. വ്യാസവിരചിതമായ ഈ ഭഗവത്ഗീതയിൽ ഒരു പദ്യം ഉദ്ധരിക്കുന്നുവിടെ ഗുരുവിൻ്റെ ദർശനം പറയാനായിട്ട്. അതും നല്ലത്, ശ്ലാഘ്യമായിട്ടുള്ള കാര്യമാണ്.